സ്വതന്ത്രരെ സൈന ടാരോ റീഡിലേക്ക് ഹാർദമായി സ്വാഗതം. നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ചുള്ളൊരു ടാരോ റീഡാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് താങ്കൾക്ക് വേണ്ടി. ഇതിനെ നമ്മൾ SWOT എന്ന് പറയും. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ് എന്ന് പറയുന്ന SWOT റീഡാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് എന്താണെന്നുള്ളതാണ്. കറണ്ട് സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് നോക്കിക്കൊണ്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരിടത്തിരുന്ന് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു വനിതേനെയാണ് കാണുന്നത്. അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. പണം ഉണ്ടാക്കാൻ ഉള്ള ഒരു ലോങ് ടേം അതിനുള്ള കഴിവുള്ളൊരു വനിതയാണ്. അവരുടെ മുന്നിൽ ഒരുപാട് വിഭവങ്ങൾ ഇരിക്കുന്നത് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ ആന്തരിക ശക്തി എന്ന് പറയുന്നത് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഫോക്കസ് ചെയ്യാനും അതിലൂടെ പണം നേടാനും കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ വീക്ക്നെസ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് വന്നിട്ടുള്ളത് 5 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. 5 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു നഷ്ടത്തിൻ്റെ കാർഡാണ്, ദുഃഖത്തിൻ്റെ കാർഡാണ്. അപ്പോൾ വൈകാരികമായിട്ട് എന്തോ ഒരു നഷ്ടപ്പെട്ടു പോയി ദുഃഖിച്ചിരിക്കുന്ന ഒരു കാർഡിലാണ് 5 ഓഫ് കപ്സ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇമോഷണലി താങ്കൾക്ക് എന്തോ ഒരു വേദനയുണ്ട് ഈ കാർഡ് കാണുമ്പോൾ എന്നുള്ളതാണ്. എന്ത് അവസരങ്ങളാണ് നമ്മൾ ഉടൻ തേടി വരുന്നത് ഞാൻ ചോദിച്ചപ്പോൾ മജീഷ്യൻ എന്ന് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. മജീഷ്യൻ എന്ന് പറയുന്ന കാർഡ് നമുക്ക് നൽകുന്ന സന്ദേശം, നമുക്ക് എന്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് നേടാനുള്ള എല്ലാ റിസോഴ്സും ഈ ലോകത്തിലുണ്ട്, നമ്മളത് കണ്ടെത്തണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും, എല്ലാ എലമെൻസുമായിട്ട് ബന്ധപ്പെട്ട് അനന്തമായിട്ട് സൂചിപ്പിക്കുന്ന വളരെ ശക്തമായിട്ടൊരു കാർഡാണ് ഇത്. അനന്തതയുടെ ചിഹ്നമാണ് കേട്ടോ ഇവിടെ 8 എന്ന് പറഞ്ഞ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അനന്തമായിട്ട് എന്ത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി താങ്കൾക്ക് അടുത്ത് തന്നെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ കാത്തിരിക്കണം. പിന്നെ എന്താണ് ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ എന്നുള്ളത് തന്നെയാണ്, ഭയപ്പാടുകൾ എന്ന് പറയുന്നത്. അത് ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, ഒരു സോഫയുടെ മുകളിൽ വളരെ കംഫർട്ടബിളായി ലിഷറായിട്ടിരിക്കുന്ന ആളാണ്. അതായത് ലോങ് ടേം പ്രൊക്രാസ്റ്റിനേഷൻ ചിന്തിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കറൻറ്റ് എനർജിയിൽ നമ്മുടെ SWOT അനാലിസിസ് നടത്തിയപ്പോൾ എന്തും നേടാനുള്ള കഴിവ് താങ്കൾക്കുണ്ടെന്നുള്ളതാണ് താങ്കളുടെ സ്ട്രെങ്ത്. വൈകാരികമായിട്ടുള്ള ഒരു ഇമോഷണൽ സെറ്റ് ബാക്കാണ് വീക്ക്നെസ് എന്ന് പറയുന്നത്. അവസരങ്ങളെന്ന് പറയുന്നത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള റിസോഴ്സുകൾ, താങ്കൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, റിസോഴ്സ് അത് അടുത്ത് കണ്ടെത്താൻ സാധ്യതയുണ്ട്. ത്രെട്ട് എന്ന് പറയുന്ന വെല്ലുവിളികളാണ്. വെല്ലുവിളികൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുത്ത് പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റീഡർ റെസണേറ്റ് ചെയ്തെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് നാളെ രാവിലെ കാണാം.